ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി പെൻറോസ് പാർക്ക്, ഞങ്ങളെല്ലാം ബെരീമ ചർച്ച് എന്ന് വിളിക്കുന്ന ദേവാലയത്തിലേക്കാണ്. സിഡ്നിയിൽ നിന്ന് ഏകദേശം 140 കിലോമീറ്റർ ദൂരെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അനേകം വിശ്വാസികൾ എത്തിച്ചേരുന്ന, ഇന്നും ഒട്ടനേകം അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേവാലയം വളരെയധികം പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഫാദർ അഗസ്റ്റിൻ ജോസഫ് ലാസർ സ്ഥാപിച്ച ഈ ദേവാലയം റൊമനിസ്ക്യൂ റിവൈവൽ ആർക്കിടെക്ചർ സ്റ്റൈലിൽ സട്ടൺ ഫോറസ്റ്റ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. റോമൻ കാത്തലിക് ഡയോസിസ് ഓഫ് ഓളങ്കോങ്ങിന് കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത്. ഏകദേശം 50 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിന് ചുറ്റും ധാരാളം മരങ്ങൾ ഇടതൂർന്ന് വളരുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം കാംഗറൂസ് ഈ ദേവാലയത്തിൻ്റെ പരിസരങ്ങളിൽ കാണാൻ സാധിക്കും. നമുക്ക് ഈ ദേവാലയത്തിൻ്റെ അകത്തെ ഭംഗി ആസ്വദിക്കാം. വളരെ മനോഹരമായി എന്നാൽ ഏറെ വൈവിധ്യത്തോടെ നിർമ്മിച്ചതാണ് ഈ ദേവാലയത്തിൻ്റെ അൾത്താര. Altar of the church at the Shrine of Our Lady of Mercy at Penrose Park, showing the replica of the Black Madonna icon at the top left.
ദേവാലയത്തിൽ കുറച്ചു നേരം ചിലവഴിച്ച ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത് ഒരു കൂട്ടം കങ്കാരുക്കൾ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിലൂടെ ചുറ്റിക്കറങ്ങുന്നതാണ്. പൊതുവെ കങ്കാരുക്കൾ ക്ഷമാശീലരാണെങ്കിലും ചിലപ്പോഴൊക്കെ അവർ ആളുകളെ ആക്രമിക്കാൻ തുനിയാറുണ്ട്. ഞങ്ങളെല്ലാം കങ്കാരുക്കളുടെ അടുത്തേക്ക് ചെല്ലാൻ മടിച്ചു നിന്നപ്പോഴാണ് ഞങ്ങളുടെ ഹീറോ യാതൊരു ഭയവുമില്ലാതെ കങ്കാരുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത്. പക്ഷേ എന്തുകൊണ്ടോ പിന്നീട് കണ്ടത് കങ്കാരു അവനോടുള്ള ബഹുമാനം കൊണ്ടോ ഭയം കൊണ്ടോ അവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ്. ഏകദേശം 3-4 മണിക്കൂർ അവിടെ ചിലവഴിച്ച് അടുത്തുള്ള ലോക്കൽ ഫ്രൂട്ട് ഷോപ്പിൽ നിന്ന് അല്പം ഓറഞ്ചും പാഷൻ ഫ്രൂട്ടും വാങ്ങി അതിനടുത്തുള്ള മക്ഡൊണാൾഡ്സിൽ നിന്ന് ചിപ്സും ബർഗറും കഴിച്ച് തിരികെ വീട്ടിലേക്ക്.